100 തഫ്സീറാണ്. 100. അതിലൊരു തഫ്സീറാണ് തഫ്സീറുർ റാസി എന്ന തഫ്സീർ. 33, 36, 38 വാള്യങ്ങളൊക്കെ ഉള്ള പല രൂപത്തിൽ അടിയുണ്ട്. ആ തഫ്സീർ അതിൽ ഒന്നാ. അങ്ങനത്തെ 100 തഫ്സീർ നോക്കിയ പൊന്മുള ഉസ്താദൊക്കെ AP ഉസ്താദ് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ AP അബൂബക്കർ മുസ്ലിയാരെന്ന് ഉസ്താദിരിക്കുന്ന സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. SSFന്റെയും ഒക്കെ മക്കള് AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോഴാ വിളിച്ച് പറയുന്നത്. പറയരുത്, ബഹുമാനിക്കണ്ടേ. വലിയ ആദരവാണ് നമ്മൾ ഉസ്താദുമാർക്ക് AP ഉസ്താദ്. എല്ലാവരും AP ഉസ്താദ് പറഞ്ഞാൽ തന്നെ ഇപ്പൊ മനസ്സിലാവും. എന്റെ അപ്പുറം ഒരു AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. തിരിഞ്ഞു പോയത് ഇതിനൊന്നും തിരിക്കേണ്ട ആവശ്യം. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ സമൂഹത്തിൽ മൊത്തം പറഞ്ഞ ഉസ്താദ് രാഷ്ട്രീയക്കാർ ഉസ്താദ് പറഞ്ഞ ആരാ? നിങ്ങൾ ഇവിടെ അല്ലേ ഏറ്റവും വലിയ പമ്പന്മാരെ രാഷ്ട്രീയക്കാർ മുസ്ലിം സഹോദരൻ വിളിച്ചിട്ട് ഉസ്താദ് ഉസ്താദ് എന്ന് പറഞ്ഞോ കേട്ടെ കാന്തപുരല്ലേ അല്ലാതെ ഉസ്താദ് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല. അങ്ങനെയാണ് ഉസ്താദിന്റെ അവസ്ഥ. ഉസ്താദിന് അല്ലാഹു തആല അങ്ങനെ എത്തിച്ചു പോയി. അവരൊക്കെ വലിയ വലിയ സ്ഥാനത്തെത്തി. വലിയ സ്ഥാനം അല്ലാഹു തആല നൽകി. അവരോടൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടത് വിദഅത്തുകാര് നമ്മളും കൂടി എത്ര അന്തരണ്ട്. നമ്മളൊരു ചെറിയ കയ്യെട്ടല്ലുതിലല്ലേ ഉള്ളൂ എന്ന് പറയാറുണ്ട് ചിലര്. ആ കയ്യെട്ടിന് ഒരു വിഷയമാണെങ്കിലും അത് ചെറിയതാണോ? അതൊരു സുന്നത്തല്ലേ? അതിനെ തള്ളിക്കളയാൻ പറ്റുമോ? ഈ പറയുന്ന ആചാര്യരുടെ പറമ്പിന്റെ അവിടെ പോയിട്ട് അന്റെ അതിൽ ഇവിടെ അല്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് 1 ഇഞ്ചി ഒന്ന് വിട്ടുകൊടുക്കട്ടവനെ. തെണ്ടി, എന്റെ ബാപ്പന്റെ സ്വത്താണിത്, ആരാടാ തുടങ്ങി തെറ്റി. സലാമില്ല, പിന്നെ ഒന്നുമില്ല. ഏതെങ്കിലും കിതാബിലുണ്ടോ പറമ്പ് ഇങ്ങനെ ചെയ്തവനോട് സലാം പറയരുതെന്ന്? പിന്നെ സലാമില്ല, ഒന്നുമില്ല. പോലീസ് വന്ന അവിടെ എന്നാ ഒരു സുന്നത്തമായത്തിന്റെ പ്രസംഗം നടത്തിയാൽ എന്തിനാ അങ്ങനൊക്കെ കൂടി? മൂപ്പര് കണ്ണുരിച്ച്, ദുനിയാവിന്റെ പിശാചായി പടക്കപ്പെട്ടവനെ, നിനക്ക് അള്ളാഹുവിനറിയില്ല. ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദീനിന്റെ വിഷയങ്ങളൊക്കെ ചില്ലറയായി കാറ്റത്ത് പറത്തി. നിന്റെ പറമ്പില് 1 ഏക്കർ ഭൂമിയുള്ള ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചാണ് മറ്റോനെങ്ങാനും അതിലൂടെ വണ്ടി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വഴിയുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു മതിൽ കെട്ടുകയോ ചെയ്താൽ അളന്നോ ചങ്ങലവലിക്കാരെ കൊണ്ടെന്ന് പോലീസുകാരെ കൊണ്ടെന്ന് അതാക്കി ഇതാക്കി കേസ് കൂടി. പിന്നെ കല്യാണത്തിന് ബന്ധമില്ല, സലാം പറയുന്നില്ല. വഹാബിക്ക് എത്ര സലാം പറഞ്ഞാലും കേടില്ല, റസൂൽ നശിച്ചു പോകുന്നല്ലേ പറഞ്ഞത്. മറ്റേതും ഇങ്ങനെയല്ലേ പറഞ്ഞത്. അതൊന്നും ഒരു വിഷയമല്ലേ. റസൂൽ എന്തോ ആവട്ടെ, ഞമ്മക്ക് ദുനിയാവ്. ഇതാണ് AP ഉസ്താദും നമ്മളെ പിള്ള വ്യത്യാസം. അവർക്ക് ആഖിറമാണ് ലക്ഷ്യം. അവർക്ക് വിദഅത്തുകാരോടാ വെറുപ്പ്. അനക്ക് എന്റെ പറമ്പ് പിടിച്ചിനോനോടാ വെറുപ്പ്. വെറുത്തോനോട് സലാം പറയില്ല, ഉറപ്പാ. വിദഅത്തുകാരനാണ് ഏറ്റവും വെറുക്കേണ്ടത്. 2ാം കുറ്റം വിദഅത്ത് അവസാനിമാവും പറയുക. 3ാം കുറ്റമാണ് കള്ളുകുടിയും മറ്റു തമ്മാടിത്തരങ്ങളൊക്കെ. മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബ് എടുത്ത് നോക്കിയാൽ കാണാം. നമ്മളും വഹാബികളും തമ്മിൽ 1ഓ 2ഓ വഹാബി ജമാഅത്ത് തബ്ലീഗുകാർ തമ്മിൽ 1ഓ 2ഓ വിഷയങ്ങളിലല്ല അകൽച്ചയുള്ളൂ. 200 മസ്അലകളിൽ നമ്മളും അവരുമായി അകന്തരമുണ്ട്. 200 മസ്അലകളിൽ, അടിസ്ഥാനപരമായി 50ലേറെ മസ്അലകളിൽ, കർമ്മപരമായി ബാക്കിയുള്ള മസ്അലകളിലും 200ഓളം വിഷയങ്ങളിൽ നാമും ബിദ്അത്തുകാരും കൂടി തർക്കത്തിലാണ് സഹോദരന്മാരെ. എന്നിട്ടാ ചെറിയതായി കാണുന്നത്. സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരുടെ റൂട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾ ബിദ്അത്തുകാരോട് ഒരു വെറുപ്പുമില്ലാതെയാണ് ഇക്കാലത്ത് നീങ്ങുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ചില ആൾക്കാർ പറയും തെരീക്കത്ത് എന്തിനാ? ഞാൻ ഇപ്പൊ അടുത്ത് നമ്മളവിടെ ഒരു തെരീക്കത്തേരം വന്നു. എല്ലാ ഭാഗത്തുണ്ട്. ഇവിടെ എന്താ തെരീക്കത്ത് ഉണ്ടോ? ഇല്ലല്ലേ. തെരീക്കത്ത് ഞങ്ങളെ ഭാഗത്ത് ഒരു 3-4 തെരീക്കത്ത് വന്നു. ചാലിയത്തിൽ 250 തെരീക്കത്ത് എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ അടുത്ത് പഠിച്ചിരുന്ന നാട്ടുകാർ 1-2 കുട്ടികൾ അവരതിന്റെ ആളുകാരാണ്. ഓല് പറഞ്ഞത് ഇപ്പോ ഇന്ന പിന്നെ വിഷയമല്ല, പകർസ്ഥാൻ തന്നെ അവർ പറയാം. പകർസ്ഥാന് കിതാബ് തിരിയില്ല. ആദ്യം തന്നെ പറയല് കിതാബ് തിരിയില്ല. കിതാബ് തിരിയല എന്താന്ന് തിരിയലും ഓർക്കില്ല. കിതാബ് തിരിയില്ല. കിതാബ് ഇങ്ങനെ ആണി അടിച്ചിട്ട് നടുക്കടിച്ചിട്ട് ഇങ്ങനെ തിരിക്കല കിതാബ് തിരിയാന്നാണ്. നമുക്കൊരു പരിധി വരെ തിരിയുള്ളൂ. നമ്മൾ ഉസ്താദ്മാർ അത്രയൊന്നും കിതാബ് നമുക്ക് തിരിയില്ല കേട്ടോ. പക്ഷെ എങ്കിലും ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹ് തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ചു തരാൻ ഓല് കൊണ്ട് വരണ്ടേ? അല്ല, നമുക്ക് ചിലതൊക്കെ തിരിച്ചു തരണല്ലോ. എന്താ തിരിച്ചിട്ട് എനിക്കറിയാം. ഓലിന്റെ അടുത്ത് തോന്നുമ്പോൾ ഓൽക്ക് എത്ര തിരിഞ്ഞിരുന്നു ഒരു തുഹ്ഫ പോലും ശരിക്കും ചോദിച്ചാൽ പറയാൻ കിട്ടൂല. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് അപ്പോ
എനിക്ക് കിതാബിരിയിലാണ്ട് പോയി. ഞാൻ കിതാബിരിയിലൊക്കെ എന്റെ ഉസ്താദുമാർ പറഞ്ഞ എനിക്ക് സന്തോഷം, ഞാൻ വഴിപ്പെടും. എനിക്കറിയാം. കാരണം എന്റെ ഉസ്താദുമാരുടെ 1000-ലൊന്നും ഞാൻ വലിപ്പമില്ല. വൈലത്തൂർ ഉസ്താദിന്റെയോ അല്ലെങ്കിൽ തിരിയങ്ങാട് ഉസ്താദിന്റെയോ ഒന്നും, ഓക്കെ ഉസ്താദിന്റെയോ സുലൈമാൻ ഉസ്താദിന്റെയോ അവരൊക്കെയാണ് നമ്മുടെ ഉസ്താദുമാർ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അവരാണ് നമ്മുടെ തണൽ. അവരിൽ നിന്ന് എന്തെങ്കിലും കൊത്തിപ്പെറുക്കി കിട്ടിയെങ്കിൽ അതേ നമ്മുടെ കയ്യിലുള്ളൂ, അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പറയുന്നവനക്ക് എന്റെ അത്രയും തിരിഞ്ഞിട്ടില്ല. അത് ഞാൻ ധൈര്യത്തിൽ പറയും, ഒരു ചുക്കും തിരിയില്ല. എന്നിട്ട് ഇങ്ങനെ പറയാവന്. നാളെ എന്നോട് ഒരാൾ പറഞ്ഞു അലിഫ് ലാം മീം അതിന്റെ അർത്ഥം എന്താണ്? എന്തേ ചോദിച്ചു. അല്ല എന്റെ കാക്ക തരീക്കത്ത് ചേർന്നിക്കണ്. തരീക്കത്ത് ചേർന്ന് ആദ്യം അലിഫ് ലാം മീം തരീക്കത്ത് അലിഫ് ലാം മീം അതിന്റെ അർത്ഥം എന്താണ്? മൂല്യന്മാർക്ക് തിരിയില്ലാന്ന് കാക്ക പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തിരി വെച്ചു. ഞാൻ പറഞ്ഞു എനിക്കതിന്റെ 14 അർത്ഥം അറിയും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? 14 അർത്ഥം ഇപ്പൊ അറിയും. ബൈലാവിമാം കുറെ പറഞ്ഞിട്ടുണ്ട്, തിബിരിമാം കുറെ പറഞ്ഞിട്ടുണ്ട്, റാസിമാം കുറെ പറഞ്ഞിട്ടുണ്ട്, വേറെ കുറെ കിതാബ് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? അല്ല നിങ്ങള് അങ്ങനല്ല, കാക്ക പറഞ്ഞു അത് ഹക്കായിക്കിന്റെ ഇൽമാണെന്ന് പറഞ്ഞു. ഹക്കായിക്കിന്റെ ഇൽമേ ആ ലഫ് തന്നെ ഒരു നാടൻ പറയണെങ്കിൽ 10 ദിവസം വലിയ നാഗടിച്ചേണ്ടി വരും. ഹക്കായിക്കിന്റെ ഇൽമ തന്നെ മുപ്പർക്ക് അത് കിട്ടിയാലോ ഹക്കായിക്കുന്നില്ലല്ലോ. ഹക്കായിക്കിന്റെ അർത്ഥം അറിയോ? ചിലവർ ഞാൻ ഇജാസിയത്ത് വാങ്ങി വരികയാണ്. ഇജാസിയത്ത് അങ്ങനെ പദം തന്നെ അറബിയിലില്ല. എന്തൊക്കെയാ ഒരു തരീക്കത്തേറെ യാ നബീബ് സലാം അലൈക്കും, യാ നബീബ്, കാരണം യാ ഹബീബ് അപ്പുറം പേരുണ്ട്. അതിനൊപ്പിച്ച യാ നബീബ് ഇതാപ്പോ ഇലാ ഹദ്റത്തി ആദൻ നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞ ഒരു തരീക്കത്തേറെ. ഇലാ ഹദ്റത്തി ആദൻ നബി അങ്ങനെ ആളുണ്ടോ? ഇലാ ഹദ്റത്തി തന്നെ അത് അറബിയ. അപ്പൊ എന്താ ബാക്കിയുള്ളത് അറബിയാണ്? ഇത് സകല ഗുലാബി. ഇലാ ഹദ്റത്തി